അസ്സലാമു അലൈക്കും. നമുക്ക് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം കേട്ടാലോ. അങ്ങനെ അള്ളാഹു ആദ്യം ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പം ഈ കാര്യം അള്ളാഹു മലക്കുകളെടുത്ത് പറയാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാണ്, അവൻ ഭൂമിയിൽ ജീവിക്കണമെന്ന്. അങ്ങനെ ഈ മലക്കുകളൊക്കെ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഓൻ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഓൻ ഇങ്ങനത്തെ അനാചാര പരിപാടികളൊക്കെ ചെയ്യൂലേന്ന്. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്ന്. അങ്ങനെ പടച്ചോൻ ആദം നബീനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അള്ളാഹു വിവിധ നിറങ്ങളിലുള്ള കളിമണ്ണുകൾ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു നല്ലൊരു രൂപം ഉണ്ടാക്കി, മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ശ്വാസത്തിനും അതുപോലെ ആത്മാവും നൽകി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ജനിക്കുകയാണ്. അങ്ങനെ ജനിച്ചപ്പോൾ ആദ്യമായിട്ടൊന്ന് ചുമ്മിയപ്പം ആദം നബി അലൈഹി സ്വലാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ജനിച്ചതിന് ശേഷം പടച്ചോന് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാത്തിൻ്റെ പേരും അതുപോലെ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പല കാര്യങ്ങൾ പോലും മലക്കുകൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് ആദം നബി അലൈഹി സ്വലോട് ചോദിച്ചാൽ പറയും, പക്ഷേ മലക്കുകൾക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ ഇതോടെ മനസ്സിലാവുന്നത് ആദം നബിക്ക് കുറച്ച് പ്രത്യേക കഴിവുകളുണ്ട്. അങ്ങനെ അള്ളാഹു മലക്കുകളെടുത്ത് പറയാണ്, ആദം നബി അലൈഹി സ്വലാമിനെ ഒന്ന് വന്ദിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ വന്ദിക്കുന്ന സമയത്ത് എല്ലാ മലക്കുകളും വന്ദിച്ച്, പക്ഷേ ഇബിലീസ് മാത്രം വന്ദിച്ചില്ല. കാരണം ഇബിലീസിൻ്റെ അഭിമാനം അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ പടച്ചോനെ ആദം നബി അലൈഹി സ്വലാമിനടുത്ത് പറയാന്ന്, ഇബിലീസ് അല്ലെങ്കിൽ ഷെയ്ത്താനെ എൻ്റെ കാലാകാല ശത്രുവായിരിക്കുന്നു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം സ്വർഗ്ഗരാജ്യത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അങ്ങനെയാണ് പടച്ചോന് ഹവ്വാനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും കൂടി സ്വർഗ്ഗരാജ്യത്ത് അങ്ങനെ ജീവിച്ച് വരുന്നു. അള്ളാഹു സ്വർഗ്ഗത്തിലുള്ള എല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തു ചെയ്തോട്ടെ, കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ എന്ന്. പക്ഷേ ഒരു പ്രത്യേക മരത്തുനിന്ന് ഒരു ഫ്രൂട്ട് കഴിക്കരുതെന്ന് മാത്രമേ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മരത്തിന് അല്ലെങ്കിൽ ആ ഫ്രൂട്ടിന് പടച്ചോനൊരു ലിമിറ്റേഷൻ വെച്ച് അത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഷെയ്ത്താൻ എന്തായി, അവരെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. അതായത് ഈ മരത്തിലെ പഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കാലം ജീവിക്കാനും പറ്റും, അതേപോലെ തന്നെ മലക്കുകളെ പോലെ ആവും എന്ന് പറയാണ്. അങ്ങനെ പ്രലോഭിപ്പിച്ചപ്പം അതിൽ ഇബിലീസ് ജയിക്കുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് ആദം നബിയും അതേപോലെ ഹവ്വയും മറന്നു പോവാണ്. പക്ഷേ ആ ഫ്രൂട്ട് കഴിച്ചപ്പോൾ തന്നെ ഓൽക്ക് ഓല തെറ്റ് മനസ്സിലായി. അങ്ങനെ ആ മരത്തുമ്മത്തെ ഇല കൊണ്ട് ഓല തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ അള്ളാഹു ആദത്തിനും ഹവ്വക്കും മാപ്പ് നൽകി. പക്ഷേ ഓൽക്കൊരു നിബന്ധന കൊടുത്തു, ഓര് ഇനി ഭൂമിയിൽ വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്, സ്വർഗ്ഗത്തിൽ നിന്ന് ഓരെ പുറത്താക്കാൻ പോവാണ്. ഇതൊരു ശിക്ഷയായിട്ടല്ല ഓരോ ഭൂമിയിലേക്ക് വിട്ടത്, മറിച്ച് ഓരോ പ്രത്യേക ഒരു സ്ഥാനത്തിലേക്ക് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് ഇബിലീസ് ഒരു ശത്രുവാണ്, അതുപോലെ അനുസരണക്കേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ഇങ്ങനത്തെ ഓരോ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതുപോലെ അവർക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി, സത്യസന്ധമായിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അത് ക്ഷമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആദം നബിയും ഹവ്വാ ബീവിയും ഭൂമിയിലെത്താണ്. ഒരു കഠിനാധ്വാനം ചെയ്ത് ഭൂമിയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ പരസ്പരം പരിപാലിക്കാനൊക്കെ വേണ്ടി തുടങ്ങി. അവർക്കങ്ങനെ കുട്ടികൾ പിറക്കുകയാണ്. അങ്ങനെ ഓരോ പുത്രന്മാരുടെ പേരാണ് കാബിലും അതേപോലെ ഹബീലും. അങ്ങനെ പടച്ചോന് ഈ രണ്ട് കുട്ടികളെടുത്തും പടച്ചോന് വേണ്ടിയിട്ട് ഒരു ബലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്, അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതിൽ ഹബീൽ ഓങ്ക് പറ്റുന്ന മാക്സിമം സാക്രിഫൈസ് അവിടെ ചെയ്യാണ്, മറിച്ച് കാബിൽ അവിടെ അനുസരണക്കേട് കാണിക്കുകയാണ്. അങ്ങനെ കാബിലിന് ഹാബിലിൻ്റെ അടുത്ത് അസൂയ തോന്നുകയാണ്. കാരണം ഓന് പടച്ചോന് വേണ്ടിയിട്ടുള്ള മാക്സിമം സാക്രിഫൈസ് ചെയ്തല്ലോ. അങ്ങനെ കാബിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാബിൽ കാബിലിൻ്റെ അടുത്ത് ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കാൻ വേണ്ടി തുടങ്ങി. മറിച്ച് ഇത് കാബിലിന് മനസ്സിലാവുകയല്ല ചെയ്തത്, മറിച്ച് ഓനക്ക് അസൂയ കൂടി വന്നിട്ട് ഇതൊരു ദേഷ്യമായിട്ട് മാറി. ആ ദേഷ്യത്തിൽ കാബിൽ ഹാബിലിനെ കൊന്നു. ഇതാണ് മനുഷ്യ സൃഷ്ടിയിലെ ആദ്യത്തെ കൊല. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിൻ്റെയും ഹവ്വൻ്റെയും മനസ്സ് പൊട്ടിപ്പോവാണ് ഇത് ആലോചിച്ചിട്ട്. അങ്ങനെ കാബിലിന് ഹാബിലിൻ്റെ ബോഡി എങ്ങനെ മറവ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ പടച്ചോന് ഒരു കാക്കനെ വിട്ടിട്ട് കാബിലിന് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടതെന്ന്. അതായത് കുഴിയൊക്കെ കുഴിച്ചിട്ട് മറവ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇതാണ് മനുഷ്യ സൃഷ്ടിയിലെ ആദ്യത്തെ കബറടക്കം. പടച്ചോന് അതിലൂടെ ഒരു മയ്യത്തിന് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണമെന്നും കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഹാബിലിൻ്റെ മരണശേഷം ആദം നബിക്കും ഹവ്വാ ബീവിക്കും ഒരു മകനുണ്ടാവുകയാണ്. അവൻ്റെ പേരാണ് സെത്ത്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിന് പ്രായം കൂടി വരില്ലേ, അപ്പോൾ സെത്തിന് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പൊസിഷൻ കൊടുക്കുകയാണ്. ഇതിലൂടെ തന്നെ ആദം നബി അള്ളാഹുവിൻ്റെ ആരാധനയും അതേപോലെ മനുഷ്യനെ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു സെത്തിന്. ആദം നബി അലൈഹി സ്വലാമിനെ അറിയായിരുന്നു ഇനി ഞങ്ങളുടെ കാലത്തേക്ക് നബിമാരൊക്കെ പടച്ചോൻ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ആദം ഭൂമിയിൽ സന്തോഷവും ദുഃഖവും ഒക്കെ അനുഭവിച്ചു, പ്രണയം നഷ്ടവും അതൊക്കെ അനുഭവിച്ചിട്ട് ശാന്തമായിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ സെത്ത് മനുഷ്യത്തെ പറ്റിയിട്ട് മറ്റു മനുഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത്, അതായത് വരും തലമുറക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിലൂടെ ഓരോ സമൂഹങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് ഈ കാണുന്ന മനുഷ്യരെല്ലാം ആദത്തിൻ്റെയും ഹവ്വയിൽ നിന്നും ജനിച്ചതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.